ദ ജേർണലിസ്റ്റിലേക്ക് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായി കടപുഴകി വീഴാൻ കൂപ്പുകുത്താനും മാത്രം എന്താണ് CPM-ന് LDF-ന് സംഭവിച്ചത് എന്ന ചോദ്യം CPM സൈബർ സഖാക്കൾ ഉൾപ്പെടെ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പെൻഷൻ വാരിക്കോരി കൊടുത്തിട്ടും ജനങ്ങൾ നന്ദികേട് കാണിച്ചു, പിന്നിൽ നിന്ന് കുത്തിയെന്നാണ് ഇവരുടെ താത്വികാചാര്യനായ മണിയാശാൻ പറഞ്ഞത്. പക്ഷേ എന്താണ് കുഴപ്പം എന്നതിൻ്റെ തെളിവ് ഞാൻ കാണിച്ചു തരാം. ദാ ഒന്ന് കണ്ടോളൂ. വി ശിവൻകുട്ടി സാറ് പറയുന്നത്. സാധാരണ ഒരു ഗവൺമെൻറ് ഉണ്ടെങ്കിൽ അതിന് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരമൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അങ്ങനത്തെ വികാരമൊന്നും ഞങ്ങൾക്ക് പ്രവർത്തകർക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിരുവനന്തപുരം നഗരസഭയിൽ 54 സീറ്റാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് വേണ്ട ഒരു കാര്യവും ഇപ്പോൾ ഇല്ല. അവിടെ UDF-ന് കഴിഞ്ഞ വർഷം 10, NDA-ക്ക് BJP-ക്ക് 33, സ്വതന്ത്രന്മാർ 3 വരായിരുന്നു. അപ്പം ഞങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാൾ പുറകോട്ട് പോകേണ്ട ഒരു കാര്യം കാണുന്നില്ല ഏത് നിലയിൽ എടുത്തു നോക്കിയാലും. അപ്പോൾ അതുകൊണ്ട് 55-നും 60-നും ഇടയിലുള്ള സീറ്റ് LDF-ന് ലഭിക്കും. കഴിഞ്ഞ വർഷത്തെ പോലെ അല്ലെങ്കിൽ മുൻകാലങ്ങളെ പോലെ LDF-ൻ്റെ മേയർ അധികാരത്തിൽ വരുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. മനസ്സിലായി, വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ഇന്ന് രാവിലെ മീഡിയ വൺ ചാനൽ വി ശിവൻകുട്ടി സാറിൻ്റെ അടുത്ത് പോയിട്ട് ഇൻ്റർവ്യൂ ചോദിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ഫലം വരുന്നതിന് ആ സമയത്ത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജയിക്കുമോ, എന്താണ് അവസ്ഥ? സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ പറയും ജയിക്കാനുള്ള സാധ്യതയുണ്ട്, വലിയ മുന്നേറ്റം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ ആണെങ്കിൽ, ഇവിടെ അദ്ദേഹം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുകയാണ്, കഴിഞ്ഞ തവണ ജയിച്ചതുപോലെ ഇപ്രാവശ്യവും ഉറപ്പായും ജയിക്കും. തിരുവനന്തപുരത്ത് LDF-ൻ്റെ മേയർ റെഡിയാണ്. അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരം എന്നൊന്നുമില്ല, വലിയ കുതിപ്പ് ജനഹൃദയങ്ങളിൽ LDF ഉണ്ട് എന്ന മട്ടിലാണ് അദ്ദേഹം പറയുന്നത്. ഇത് തന്നെയാണ് CPM-നും LDF-നും കേരളത്തിൽ സംഭവിച്ചത്. തുടർ ഭരണത്തിൻ്റെ ആലസ്യത്തിൽ, തുടർ ഭരണത്തിൻ്റെ അഹങ്കാരത്തിൽ, അതിൻ്റെ ധാർഷ്ട്യത്തിൽ നിങ്ങൾ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. വെള്ളാപ്പള്ളിയെ പോലൊരു വർഗീയവാദിയെ, മലപ്പുറത്തെയും മുസ്ലിങ്ങളെയും നിരന്തരമായി അധിക്ഷേപിക്കുന്ന ഒരു നേതാവിനെ എടുത്ത് സൈഡിൽ നിർത്തിയിട്ട് ഭഗവാൻ അയ്യപ്പന് വേണ്ടിയാണ് ഈ സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്കകം സ്വർണ്ണക്കൊള്ളയിൽ ഈ സർക്കാരിൻ്റെയും CPM-ൻ്റെയും ഭാഗമായിട്ടുള്ള പത്മകുമാർ അടക്കമുള്ള ആളുകൾ അകത്തേക്ക് പോകുന്ന കാഴ്ച കാണുമ്പോൾ കേരളം ഇതിൽ നിന്ന് ഒരു തീരുമാനത്തിലെത്തും. ആ തീരുമാനമാണ് ഇവിടെ നടപ്പായത്. അല്ലെങ്കിലും ജനങ്ങളുടെ പൾസ് അറിയാൻ CPM-നും LDF-നും കഴിയുന്നില്ല എന്ന പരാതികൾ ജനങ്ങൾക്കിടയിൽ വ്യാപകമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ബിംബമായിരുന്നു. അദ്ദേഹത്തെ മുൻനിർത്തി വോട്ട് ചോദിച്ചാൽ പണ്ട് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭരണത്തിനെതിരെ ജനമനസ്സുകളിൽ വലിയൊരു വികാരമുണ്ട് എന്ന യാഥാർത്ഥ്യം CPM മനസ്സിലാക്കാൻ തയ്യാറാകണം. കേരളത്തിൽ വികസനങ്ങൾ നന്നായിട്ട് നടക്കുന്നുണ്ട്. കേരളത്തിൽ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇടതു സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പല മേഖലകളിലും കുതിച്ചുചാട്ടമുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറം ജനങ്ങൾ ഈ സർക്കാരിനെതിരായി ചിന്തിക്കണമെങ്കിൽ പലതരത്തിലുള്ള പിടിപ്പുകേടുകളും CPM-ൻ്റെ രാഷ്ട്രീയ നിലപാടുകളോടുള്ള ദേഷ്യവും വിദ്വേഷവും ജനങ്ങളിൽ അത്രത്തോളം ഉണ്ട് എന്ന് വേണം കരുതാൻ. ഇതൊന്നും നേതാക്കൾ അറിയുന്നില്ല. ഇപ്പോൾ ശിവൻകുട്ടി പറയുന്നത് നോക്കുക, 60 സീറ്റ് വരെ ഞങ്ങൾക്ക് ജയിക്കും, ഞങ്ങൾ വിജയിക്കും, കോർപ്പറേഷൻ പിടിക്കുമെന്ന്. ചരിത്രത്തിൽ ആദ്യമായ ഒരു കോർപ്പറേഷൻ BJP-ക്ക് കൊടുത്തവരാണ്. അതിന് തൊട്ടു മുമ്പ് വരെ ഭരണവിരുദ്ധ വികാരമേ ഇല്ല, ഞങ്ങൾക്ക് വലിയ വിജയം കിട്ടുമെന്ന് അഹങ്കരിച്ചത്. ഇതുതന്നെയാണ് പ്രശ്നം. ഞങ്ങൾ എന്ത് ചെയ്താലും ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. ഞങ്ങൾ എന്ത് ചെയ്താലും ഇവിടെ ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ എന്ത് ചെയ്താലും ജനങ്ങൾ ഞങ്ങളെ വിജയിപ്പിച്ചോണം എന്ന നിലയിലേക്ക് CPM-ൻ്റെ പ്രധാനപ്പെട്ട ശിവൻകുട്ടിയെ പോലെയൊക്കെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കുഴപ്പമാണ്, അതൊരു വലിയ പ്രശ്നമാണ്. ത്രിപുരയിലും ബംഗാളിലുമൊക്കെ കണ്ടതുപോലെയുള്ള ഒരു വലിയ പ്രശ്നം. ഞങ്ങൾ എന്ത് ചെയ്താലും ജനങ്ങൾ ഞങ്ങളെ തന്നെ വിജയിപ്പിക്കുമെന്ന തെറ്റിദ്ധാരണ, മിഥ്യാധാരണ. ഇപ്പോൾ 2026 ഭരിക്കാൻ തയ്യാറെടുക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അക്കാര്യത്തിലില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ CPM പോലൊരു കേഡർ പാർട്ടിയല്ല. BJP-യെ പോലെ സാമ്പത്തികമായി പണമൊഴുക്കാനുള്ള ശേഷിയില്ല, കേന്ദ്ര ഭരണമില്ല, സംസ്ഥാനത്തും ഭരണമില്ല. തുടർച്ചയായി 10 വർഷമായി സംസ്ഥാനത്ത് പ്രതിപക്ഷത്തിരിക്കുന്നു. കേന്ദ്രത്തിലും ഏതാണ്ട് ഒരു 10 പതിറ്റാണ്ട് കാലത്തിലേറെയായി പ്രതിപക്ഷത്തിരിക്കുകയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും സാമ്പത്തികമായി വലിയ ഞെരുക്കം കോൺഗ്രസിനുണ്ട്. എന്നാൽ
കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, കോൺഗ്രസിൻ്റെ നേതാക്കൾ അടുക്കും ചിട്ടയോടും കൂടി ഗ്രാസ് റൂട്ട് ലെവലിൽ കേരളത്തിൽ ഗംഭീരമായി പണിയെടുത്തിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. അതായത് കോൺഗ്രസിനെ എഴുതി തള്ളുന്ന വിധത്തിലേക്ക് നമ്മുടെ പൊതുസമൂഹത്തിൽ പല ചർച്ചകളും നടക്കുന്നുണ്ട്. അതായത് കോൺഗ്രസിനെ കൊണ്ട് ഇനി കാര്യമില്ല, UDF ക്ഷയിച്ചു, ലീഗിൻ്റെ പകുതി CPM-ലേക്ക് പോകും, അടുത്ത തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ഇല്ലാതാകും, ഇങ്ങനെയുള്ള പല 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 പ്രചാരണങ്ങളും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ അക്ഷരം പ്രതി തെറ്റാണ്. ഇതൊന്നും നിലനിൽക്കുന്നതല്ല. കോൺഗ്രസ് എല്ലാ കാലത്തും ഉയർത്തെഴുന്നേറ്റ ചരിത്രമേ ഉള്ളൂ. അത് ഇത്തവണയും ആവർത്തിക്കുമെന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഫലം. ഓരോ ഫലങ്ങളും വിശദമായി പറയുന്നില്ല, പക്ഷേ മൊത്തത്തിൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ കൃത്യമായി കോൺഗ്രസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന വിധത്തിൽ ജനങ്ങൾ കോൺഗ്രസിനൊപ്പം നിൽക്കില്ല, UDF-നൊപ്പം നിൽക്കില്ല, എന്തു ചെയ്താലും ഞങ്ങൾക്കൊപ്പമേ നിൽക്കൂ എന്ന മിഥ്യാധാരണയിൽ, എന്ന തെറ്റിദ്ധാരണയിൽ CPM ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്തു കൂട്ടിയതും ചെയ്യാൻ പോകുന്നതുമായ കാര്യങ്ങൾക്കുള്ള കനത്ത തിരിച്ചടി തന്നെയാണ് ജനങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നതും ചെയ്യുന്നതുമൊക്കെ 100% ശരിയാണ് എന്ന മട്ടിൽ CPM-ൻ്റെ അണികളും നേതാക്കളുമൊക്കെ അതിന് പിറകെ പോകുന്നത്, അതിന് ജയ് വിളിക്കുന്നത് പലയിടങ്ങളിലും ഉണ്ടാക്കുന്നുണ്ട് എന്ന് CPM നേതൃത്വം തിരിച്ചറിയണം. 100 സീറ്റിലധികം നേടി കേരളത്തിൽ UDF-ൻ്റെ ഭരണം വരാൻ പോകുന്നു എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. KC വേണുഗോപാൽ പറഞ്ഞത് അസംബ്ലിയിൽ ഞങ്ങൾ തൂത്തുവാരുമെന്നാണ്. VD സതീശൻ പറഞ്ഞത് കോൺഗ്രസിൻ്റെ കരുത്തിനെ കുറിച്ചാണ്. ഞങ്ങളുടെ പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്, ആത്മവിശ്വാസത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചിട്ടയായ പ്രവർത്തനം കാഴ്ചവെച്ചിരുന്നു. ഗ്രാമാന്തരങ്ങളിലും നഗരകേന്ദ്രങ്ങളിലും സകലയിടങ്ങളിലും കോൺഗ്രസ് പരിമിതികൾക്കപ്പുറം നിന്നുകൊണ്ട് ഗംഭീരമായ അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു, ഊർജിതമായി നടത്തി. അതിൻ്റെ വിജയമാണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സജ്ജമാണ്, കരുത്തുറ്റ സംവിധാനമാണ്. UDF സംഘടനാ സംവിധാനവും കെട്ടുറപ്പുള്ളതാണ്. അതൊന്നും തകർക്കാൻ ആർക്കും സാധിക്കില്ല, ഒരു പ്രചാരണത്തിനും കഴിയില്ല എന്ന് VD സതീശൻ അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെയൊക്കെ അർത്ഥമെന്ന് പറയുന്നത് CPM വിചാരിക്കുന്ന കേരളം, LDF കണക്ക് കൂട്ടുന്ന കേരളം, അതൊക്കെ മാറി മറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. വലിയൊരു ധ്രുവീകരണം ഇവിടെ നടക്കുന്നുണ്ട്. അതായത് സംഘപരിവാറിന് അനുകൂലമായി LDF വോട്ടുകൾ വ്യാപകമായി ചോരുന്നുണ്ട്. പലയിടങ്ങളിലും CPM തോറ്റിടങ്ങളിൽ കയറി വന്നത് BJP-യാണ് എന്ന് മാത്രമല്ല, സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങളിൽ ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ CPM-നെ നിഷ്കാസനം ചെയ്തുകൊണ്ട് BJP-യെ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ UDF-ന് വോട്ട് ചെയ്യുകയോ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിൽ UDF-ൻ്റെ ആധിപത്യവും BJP-യുടെ മുന്നേറ്റവുമായിരിക്കും ഇനി വരാൻ പോകുന്നത്. CPM ജനഹിതമനുസരിച്ച് പെരുമാറിയില്ലെങ്കിൽ, ജനങ്ങളെ ഇനിയും തരം താഴ്ത്തി കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, CPM-ന് വലിയ തകർച്ച കേരളത്തിലുണ്ടാകും, LDF-ന് വലിയ തകർച്ചയുണ്ടാകും, UDF-ന് അത് ഗുണകരമാകും, BJP-ക്ക് മുന്നേറ്റത്തിന് കാരണവുമാകും. അതാണ് ഇപ്പോൾ മനസ്സിലാകുന്ന ഒരു രാഷ്ട്രീയ ചിത്രം. എന്തായാലും ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിലേറുമ്പോൾ അതിന് കാരണക്കാർ CPM തന്നെയാണ് എന്ന വാദമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJP-യെ തകർക്കണമെങ്കിൽ, സംഘപരിവാർ വിരുദ്ധമായി കേരളത്തെ നിലനിർത്തണമെങ്കിൽ UDF-നൊപ്പം കോൺഗ്രസിനൊപ്പം ജനങ്ങൾ അടിയുറച്ച് നിൽക്കണമെന്ന് ആവർത്തിക്കുകയാണ് UDF-ഉം കോൺഗ്രസും ഇപ്പോൾ ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, സംഘപരിവാർ വിരുദ്ധ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു വലിയ ഏകീകരണം UDF-ലേക്ക് ഉണ്ടായ സാഹചര്യവും ഇപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ തോൽവിയുടെ കാരണം അന്വേഷിച്ച് CPM അധിക ദൂരമൊന്നും പോകണമെന്നില്ല. ശിവൻകുട്ടിയൊക്കെ ചിന്തിക്കുന്നത് പോലെയുള്ള ഓവർ കോൺഫിഡൻസിൽ, അമിത ആത്മവിശ്വാസത്തിൽ ഊന്നിയ ചിന്താഗതികളും ധാരണകളും തീരുമാനങ്ങളുമാണ് LDF-നെ കുഴപ്പത്തിലാക്കിയത്, മറ്റൊന്നുമല്ല.